മൂന്നാറിലെ IBയിൽ അനധികൃതമായി താമസിച്ച എം മണിയുടെ സ്റ്റാഫിന് പിഴത്തുകയിൽ ഇളവ് നൽകി KCB. പിഴത്തുകയായി കണക്കാക്കിയ 3,96,510 രൂപയിൽ 95,840 രൂപ മാത്രം നൽകിയാൽ മതി. മുഹമ്മദ് ആഷിഖ് വിവരങ്ങൾ നൽകും. ആഷിഖ്, അനധികൃതമായി ഇത്രയും കാലം താമസിച്ചിട്ടും ഈ പിഴത്തുക ഒഴിവാക്കിയതിൽ അല്ലെങ്കിൽ പിഴത്തുകയിൽ ഇളവ് നൽകിയതിലെ സാഹചര്യം എന്താണ്? ജിൽസി ഏതാണ്ട് 3,96,510 രൂപയാണ് പിഴയായി. ഏതാണ്ട് 4 വർഷത്തിലെ 2017 മുതൽ 24 വരെയുള്ള കാലയളവിൽ വിവിധ ദിവസങ്ങളിൽ താമസിച്ചതിന്റെ പേരിൽ അനധികൃതമായി താമസിച്ചതിന്റെ പേരിൽ പിഴത്തുകയായി എം മണിയുടെ സ്റ്റാഫിനോട് ഈടാക്കാൻ KCB ആവശ്യപ്പെട്ടത്. എന്നാൽ ഇതിൽ ഇളവ് നൽകിക്കൊണ്ടുള്ള ഒരു നീക്കമാണ് KCB ഇപ്പോൾ നടക്കുന്നത്. ഏതാണ്ട് 3 ലക്ഷം രൂപ ഇതിൽ നിന്ന് പിഴത്തുകയിൽ നിന്ന് ഇളവ് നൽകുകയാണ്. 95,840 രൂപ മാത്രം അടച്ചാൽ മതി എന്നാണ് നിലവിൽ KCB മുന്നോട്ട് വയ്ക്കുന്ന കാര്യം. എം മണി മന്ത്രിയായിരുന്ന സമയത്ത് മിനിസ്റ്റീരിയൽ സ്റ്റാഫ് എന്ന നിലയിൽ താമസിച്ച കാലഘട്ടത്തെ വാടക തുകയും പിഴയും പൂർണ്ണമായും ഒഴിവാക്കുവാനും MLA ആയി ഇരുന്ന സമയത്ത് MLAയുടെ സ്റ്റാഫ് എന്ന നിലയിൽ താമസിച്ച ദിവസത്തെ വാടക തുകയിൽ ഇളവ് നൽകുവാനുമുള്ള തീരുമാനമാണ് എടുത്തിട്ടുള്ളത്. 2017 മുതൽ 21 വരെയുള്ള കാലത്ത് മിനിസ്റ്റീരിയൽ സ്റ്റാഫ് എന്ന നിലയിൽ സ്റ്റാഫ് താമസിച്ച ദിവസത്തെ വാടക തുക പൂർണ്ണമായും ഒഴിവാക്കി നൽകും. 2021 മുതൽ 24 വരെ MLAയുടെ സ്റ്റാഫ് എന്ന നിലയിൽ താമസിച്ചത് അവർക്ക് പ്രതിദിനം 300 രൂപ നൽകണം എന്ന വാടക തുക കുറച്ച് പ്രതിദിനം 80 രൂപ എന്ന കണക്ക് ഉൾപ്പെടുത്തിക്കൊണ്ടാണ് ഈ പിഴത്തുകയിൽ ഇളവ് നൽകാനുള്ള തീരുമാനം ഉണ്ടാകുന്നത്. ഏതാണ്ട് 3 ലക്ഷത്തോളം രൂപ കുറവ് അടച്ചാൽ മതി എന്നാണ് KCB മുന്നോട്ട് വെക്കുന്നത്. 95,840 രൂപ മാത്രം അടച്ചാൽ മതി. KCB വർക്കേഴ്സ് അസോസിയേഷന്റെ നിർദ്ദേശം കൂടി പരിഗണിച്ചുകൊണ്ടാണ് ഇത്തരത്തിലൊരു തീരുമാനത്തിലേക്ക് എത്തിയത് എന്നാണ് KCB ഈ ഘട്ടത്തിൽ പറയുന്നത്. എന്നാൽ ഇതുമായി ബന്ധപ്പെട്ട് ശരി ആഷിഖ്, സമയക്കുറവ് മൂലം ഇടപെടുകയാണ്. എന്തായാലും അതുമായി ബന്ധപ്പെട്ടുള്ള ഇളവ് വന്നിരിക്കുന്നു എന്നുള്ളത് കൂടിയാണ്. അപ്പോൾ നമ്മുടെ പ്രേക്ഷകൻ ഇല്യാസ് ബിലാക്കൽ ചോദിക്കുന്നുണ്ട്, എം മണിയുടെ ബന്ധു ആയതുകൊണ്ടാണോ? അല്ലെങ്കിലും അധികാരം അങ്ങനെയാണല്ലോ, ഈ ബന്ധുക്കൾക്കൊക്കെ കുറച്ചൊരു ഇളവൊക്കെ എല്ലാ കാര്യത്തിലും കിട്ടാറുണ്ട്. അത് തന്നെയായിരിക്കണം ഇവിടെ സംഭവിച്ചിട്ടുണ്ടാവുക. അപ്പോൾ സർക്കാരിനെ പറ്റി ഇങ്ങനെയൊക്കെ പറയാമോ എന്ന് ചോദിക്കുന്നുണ്ട്. സുധാകരൻ കവിത എഴുതാൻ മാത്രമല്ല ഒരു തുറന്ന പുസ്തകമാണ് താനെന്ന് പറയാനും ഒരു മടിയില്ലാത്ത വ്യക്തിയാണ് എന്നൊക്കെ പറയുന്നുണ്ട്. സുധാകര ജൽപ്പനങ്ങളെല്ലാം പൊട്ടിയ മുളന്തണ്ടിലെ നാദമാണെന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് നമ്മുടെ പ്രേക്ഷകരുടെ അഭിപ്രായങ്ങളൊക്കെ തുടരട്ടെ. ഒരു ഇടവേള എടുക്കുകയാണ്. ഇടവേളയ്ക്ക് ശേഷം ഫാസ്റ്റ് ന്യൂസിൽ അക്ഷയ ഉണ്ടാകും.